ഹായ് ഹലോ, നമുക്കിന്നൊരു വെജിറ്റബിൾ കുറുമേൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായി അരക്കപ്പ് പച്ചക്കടല ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ടൈം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, കിഴങ്ങ്, ഇത്ര സാധനങ്ങളാട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇത് മുഴുവനായി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുക്കർ മൂടിയതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കോളിഫ്ലവർ നല്ലവണ്ണം കേകി ഇളം ചൂടുവെള്ളത്തിൽ കേകി എടുത്തതാണ് കേട്ടോ. ഇത് വേവുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, വലിയ ജീരകം 1/2 ടീസ്പൂൺ വലിയ ജീരകവും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഒരു വിസിലിന് ശേഷം എയർ കളഞ്ഞതിന് ശേഷം കുക്കർ ഒന്ന് തുറന്നെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇത്രയും സാധനങ്ങളാണ് ഇനി ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് ഒരു സവാളയാണ് കേട്ടോ, ഇതും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ, അതെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലും കുറച്ച് വെള്ളം ഒഴിച്ച് ചുവറ്റിയിട്ട് ഇതിലേക്ക് പാരാട്ടോ. ഇനി വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ കറി ഇരിക്കാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി തിള വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അല്പം മല്ലിയിലയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കുക്കർ മൂടി വെക്കാം കേട്ടോ. നമ്മുടെ നല്ല അടിപൊളി കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറുമ റെഡിയാക്കി എടുക്കാം. ഇത് ചപ്പാത്തിയുടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻറ്റ് ഇടാൻ മറക്കല്ലേ.